ഫ്രീഡം വേൾഡ്. ഇന്ന് നിങ്ങളോട് ഞാൻ പറയാൻ പോകുന്നത് നമ്മുടെ ഈ ലോകത്തിൽ ഏറ്റവും ഫേമസ് ആയിട്ടുള്ള പ്രശസ്തമായിട്ടുള്ള മതപരമായ 10 ബുക്കുകൾ ഏതൊക്കെയാണെന്നാണ്. അപ്പൊ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. നമ്പർ 10, ദ ബുക്ക് ഓഫ് മോർമൺ. ലാറ്റർ ഡേ സെയിന്റ് പ്രസ്ഥാനത്തിന്റെ ഒരു മതഗ്രന്ഥമാണ് മോർമന്റെ പുസ്തകം. 1830-ൽ ജോസഫ് സ്മിത്ത് ആണ് ആദ്യമായി ഇത് പ്രസിദ്ധീകരിച്ചത്. ലാറ്റർ ഡേ സെയിന്റ് പ്രസ്ഥാനത്തിന്റെ ആദ്യകാലവും ഏറ്റവും അറിയപ്പെടുന്നതുമായ അതുല്യ രചനകളിൽ ഒന്നാണ് ഈ പുസ്തകം. കുറഞ്ഞത് 112 ഭാഷകളിലേക്ക് ഇത് വിവർത്തനം ചെയ്തിട്ടുണ്ട്. നമ്പർ 9, ത്രിപിടിക. ബുദ്ധമത വിശുദ്ധ ഗ്രന്ഥങ്ങളുടെ വിവിധ തിരുവെഴുത്ത് ശേഖരങ്ങളെയോ വിവിധ ബുദ്ധമത തിരുവെഴുത്ത് കനോനുകളെയോ സൂചിപ്പിക്കുന്ന നിരവധി ബുദ്ധമത ഗ്രന്ഥങ്ങളുണ്ട്. ഈ ശേഖരങ്ങളിൽ ചിലതിനെ ത്രിപിടിക അല്ലെങ്കിൽ ത്രിപിടിക എന്നും വിളിക്കുന്നു. അതായത് ട്രിപ്പിൾ ബാസ്ക്കറ്റ്. ചില പുരാതന ഗ്രന്ഥങ്ങളുടെ 3 പ്രധാന വിഭാഗങ്ങളെ സൂചിപ്പിക്കുന്നത് ഒരു പരമ്പരാഗത പദമാണ്. നമ്പർ 8, ഭഗവത്ഗീത. ഹൈന്ദവ ഗ്രന്ഥമായ ഇത് മഹാഭാരതം എന്ന ഇതിഹാസ കാവ്യത്തിന്റെ ഭാഗമാണ്. വൈദിക ധർമ്മം ഉൾപ്പെടെ ഇന്ത്യൻ മതചിന്തയുടെ വിവിധ ഇഴകളുടെ സമന്വയമാണ് ഗീത. ഹിന്ദു പാരമ്പര്യങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട പുണ്യഗ്രന്ഥമായി ഈ ഗ്രന്ഥം സവിശേഷമായ ഒരു പാൻ ഹിന്ദു സ്വാധീനം ചെലുത്തുന്നു. നമ്പർ 7, ശ്രീമദ് ഭഗവത്ഗീത. ശ്രീമദ് ഭാഗവതം ഒരു ഭക്തി ഗ്രന്ഥമാണ്. കൂടാതെ ഭഗവാൻ വിഷ്ണുവിന്റെ ജീവിത പഠിപ്പിക്കലുകൾ, അവതാരങ്ങൾ എന്നിവയെക്കുറിച്ചും പറയുന്നു. ഗീതയിലെ 720 ശ്ലോകങ്ങളുമായി താരതമ്യപ്പെടുത്തുമ്പോൾ ഇതിൽ ഏകദേശം 18,000 ശ്ലോകങ്ങളുണ്ട്. കൂടാതെ 12 ഭാഗങ്ങളായി തിരിച്ചിട്ടുമുണ്ട്. നമ്പർ 6, തനാഖ്. യഹൂദരുടെ ഭാഷയായി ഹീബ്രുവിൽ എഴുതപ്പെട്ട ഗ്രന്ഥമാണ് യഹൂദ ബൈബിൾ അഥവാ ഹീബ്രു ബൈബിൾ. ഇത് എബ്രായ തിരുവെഴുത്തുകളുടെ കാനോനിക്കൽ ശേഖരമാണ്. ചരിത്രത്തിലുടനീളം വ്യത്യസ്ത തരം ജൂതമതക്കാർ ആധികാരികമായി കണക്കാക്കുന്ന നിരവധി ഗ്രന്ഥങ്ങളിൽ ഒന്നാണ് ഇത്. നമ്പർ 5, തോറ. ഹീബ്രു ബൈബിളിലെ ആദ്യത്തെ പുസ്തകങ്ങളുടെ സമാഹാരമാണ് ഇത്. തോറ പഞ്ചഗ്രന്ഥം അല്ലെങ്കിൽ 5 പുസ്തകങ്ങൾ എന്നും അറിയപ്പെടുന്നു. റബാനിക്കൽ ജൂത പാരമ്പര്യത്തിൽ ഇത് ലിഖിത തോറ എന്നും അറിയപ്പെടുന്നു. ബന്ധിത പുസ്തക രൂപത്തിലാണെങ്കിൽ ഇതിനെ ചുമാഷ് എന്നും വിളിക്കുന്നു. നമ്പർ 4, ഗുരു ഗ്രന്ഥ സാഹിബ്. സിഖ് മതത്തിന്റെ വിശുദ്ധ മതഗ്രന്ഥമായി ഇത് മതത്തിലെ മനുഷ്യ ഗുരുക്കളുടെ വംശ പരമ്പരയെ പിന്തുടർന്ന് അന്തിമവും പരമാധികാരവും ശാശ്വതവുമായ ഗുരുവായി സിഖുകാർ കണക്കാക്കുന്നു. ആദ്യ ഗ്രന്ഥം 5ാമത്തെ ഗുരുവായ ഗുരു അർജുൻ സമാഹരിച്ചതാണ്. ഇതിന്റെ സമാഹരണം 1604 ഓഗസ്റ്റ് 29-ലാണ് പൂർത്തിയാക്കിയത്. നമ്പർ 3, മഹാഭാരത്. ഹിന്ദു മതത്തിലെ സ്മൃതി ഗ്രന്ഥങ്ങളായി ബഹുമാനിക്കപ്പെടുന്ന പുരാതന ഇന്ത്യയിലെ 2 പ്രധാന ഇതിഹാസങ്ങളിൽ ഒന്നാണ് മഹാഭാരതം. ഇത് കുരുക്ഷേത്ര യുദ്ധത്തിന്റെ സംഭവങ്ങളും അനന്തരഫലങ്ങളും വിവരിക്കുന്നു. ഇത് 2 കൂട്ടം രാജകീയ ബന്ധുക്കളായ കൗരവരും പാണ്ഡവരും തമ്മിലുള്ള ഒരു പിന്തുടർച്ചാവകാശ യുദ്ധമാണ്. നമ്പർ 2, ബൈബിൾ. ക്രിസ്തു മതത്തിന്റെയും ജൂതമതത്തിന്റെയും കേന്ദ്ര ബിന്ദുവായതും ഇസ്ലാം പോലുള്ള മറ്റ് അബ്രഹാമിക് മതങ്ങളിൽ ബഹുമാനിക്കപ്പെടുന്നതുമായ മതഗ്രന്ഥങ്ങളുടെ ഒരു ശേഖരമാണ് ബൈബിൾ. ആദ്യം എബ്രായി കോയിനി ഗ്രീക്ക് ഭാഷകളിൽ എഴുതിയതും പിന്നീട് ചില ഭാഗങ്ങളിൽ അരാമിക് ഭാഷയിലുമാണ് ഇത് എഴുതിയിരിക്കുന്നത്. വിശ്വാസികൾ പൊതുവെ ബൈബിളിനെ ദൈവിക പ്രചോദനമായി കാണുന്നു. നമ്പർ 1, ഖുർആൻ. റോമൻ ഭാഷയിൽ വിവർത്തനം ചെയ്യപ്പെട്ട ഇസ്ലാമിന്റെ മതഗ്രന്ഥമാണ് ഖുർആൻ. മുസ്ലിങ്ങൾ ദൈവത്തിൽ നിന്ന് നേരിട്ട് വെളിപ്പെടുത്തിയതാണെന്ന് വിശ്വസിക്കുന്നു. മതപരമായ പ്രാധാന്യത്തിന് പുറമെ അറബി സാഹിത്യത്തിലെ ഏറ്റവും മികച്ച കൃതിയായ ഇത് വ്യാപകമായി കണക്കാക്കപ്പെടുന്നു. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക. അതുപോലെ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമന്റ് ബോക്സിൽ ടൈപ്പ് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്.